തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ കേരളം വിട്ടതോടെ പ്രതിസന്ധിയിലായി നിർമ്മാണ മേഖല. വോട്ട് ചെയ്യാൻ നാട്ടിലെത്തിയില്ലെങ്കിൽ ഇനി നാട്ടിലേക്ക് വരേണ്ടെന്ന നോട്ടീസ് ലഭിച്ചതായി പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പറയുന്നു. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. LPG പ്രതിസന്ധി കാരണം സംസ്ഥാനത്തെ മിക്ക ഹോട്ടലുകളും പൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളൊക്കെ തന്നെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇനി അവരെപ്പോൾ തിരികെ വരുന്നൊരു ആശങ്ക ആ മേഖല നിലനിൽക്കുന്നു. അപ്പോഴാണ് ഈ ഇലക്ഷൻ, കേരളത്തിനൊപ്പം 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നു. അസം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വരുന്നത് ഈ ബംഗാളിൽ നിന്നും ഒപ്പം തന്നെ അസാമിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾ അവിടേക്ക് മടങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നിർമ്മാണ മേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട്ടെ ഒരു കെട്ടിട നിർമ്മാണ മേഖലയിൽ സമയത്താണ് നിൽക്കുന്നത്. ഇവരൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തൊഴിലാളികളൊക്കെ പോയോ? എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവനെ പോലുള്ള 1-2 ആളുകൾ മാത്രമാണ് സൈറ്റിൽ ബാക്കിയുള്ളത്. ഈ 15-ാം തീയതി ഡേറ്റ് വെച്ച് ഇവരൊക്കെ ടിക്കറ്റ് എടുത്തിരിക്കുക. അപ്പോൾ ഈ 15-ന് കഴിഞ്ഞാൽ കേരളത്തിൽ സത്യത്തിൽ ഒരു മേഖല എല്ലാ കൺസ്ട്രക്ഷൻ നിന്നു എന്നുള്ളതാണ് സത്യം. അവിടുന്ന് വോട്ടർ പട്ടികയുടെ ഇത് അയച്ചു കൊടുത്ത് ഇനി വോട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് കയറ്റൂല എന്ന് പറഞ്ഞ് പറയുന്നുണ്ടല്ലേ? അതാണ് വിഷയം. ആ ഒരു ഭയപ്പാടോടുകൂടി എല്ലാ ലേബേഴ്സും, ഹിന്ദി ലേബേഴ്സ് മൊത്തം തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു ബദൽ മാർഗ്ഗം ഇല്ലല്ലോ, അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടോ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒന്നും ഒരു ബദലും ഇല്ല. ഇവരെല്ലാവരും തിരിച്ച് അവരെ നാട്ടിലേക്ക് പോവുകയും വർഷങ്ങളായിട്ട് കേരളത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇത്തരം മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഏതായാലും നിർമ്മാണ മേഖല കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇത് വേനൽക്കാലമാണ്, ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കേണ്ട മാസങ്ങൾ കൂടിയാണ് നഷ്ടമാവുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ.